വളരെ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൈസിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. കാഷ്വൽ ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാം. 4 കളർ ഷെയ്ഡ്സിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ലോ എന്ന് പറഞ്ഞാൽ നല്ല വർത്ത് ആയിട്ടും വളരെ ലോ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ്. സോ അപ്പോൾ എൻ്റെ പ്രൈസ് അറിയണ്ടേ? വെറും 695 പ്രൈസ് വരുന്നുള്ളൂ. നല്ല ലെങ്തും വിട്ടും ഉണ്ട്. സെമി സിൽക്കാണ് ഫാബ്രിക് ഇതിൽ നമ്മൾ കൊടുത്തേക്കുക. അതിൽ എന്നിട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഇതുപോലൊരു ഷിപ്ലി വർക്ക്, അതിൽ ബേസ് കളറിനോട് മാച്ചിങ് ആവുന്ന സീക്വൻസിങ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ യോക്കിൽ വരുമ്പം ഇത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു യോക്ക് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ വർക്ക് വന്നേക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ് വന്നേക്കുന്നുണ്ടല്ലേ കണ്ടാൽ. ബട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. അതായത് ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ കോട്ടൺ ഹക്കോബ പോലെ തോന്നും. അടുത്ത് വന്നു കഴിയുമ്പം ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബാക്ക് കാണുമ്പോഴാണ് പിന്നെയും നമുക്കൊരു സിൽക്ക് ബേസ്ഡ് ഫാബ്രിക്കിൽ വരുന്നതാണ് മനസ്സിലാവും. ബാക്കി ഫുള്ളും ഇതുപോലെ ഷിഫ്ലി വർക്കാണ്. ദുപ്പട്ട ഗഡ്വാളിൽ തന്നെ ചെറിയ ഇതുണ്ടോ, കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ടസറിൽ കാണുന്ന പോലത്തെ ആ ത്രെഡും ചെറിയ മൈന്യൂട്ട് സീക്വൻസും യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതാണ് ഫസ്റ്റ് വൺ. സോ ഇത് സിൽക്ക് ബേസ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒതുങ്ങി ആ ഒരു ഷേപ്പിൽ കിടക്കും. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഡസ്റ്റ് എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ്, എന്നാൽ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്നത് തന്നെ പേസ്റ്റൽ ടോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബേസ് കളർ വന്നിരിക്കുന്നത് ആപ്പിൾ ഗ്രീൻ ആണ്. ആപ്പിൾ ഗ്രീൻ ഓർ പിസ്തയുടെ ഒരു പീസ്റ്റലായിട്ട് വരുന്ന ഒരു ഷെയ്ഡ്. സെയിം പാറ്റേൺ, ജസ്റ്റ് അതിൻ്റെ എംബ്രോയിഡറി കോമ്പിനേഷൻസും എല്ലാത്തിലും സെയിം ആണ്. അതായത് നല്ല കളർഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സാണ് കൊടുത്തേക്കുന്നത്. തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ മാച്ചിങ് വരുന്നത് ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ പീച്ച് റെഡ് അങ്ങനെയുള്ള കോമ്പിനേഷൻ അത് തന്നെയാണ് ഇതിൽ എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുക. അപ്പോൾ ഇതുണ്ട് ഒരു കാഷ്വൽ ഫോമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. വേണമെങ്കിൽ ഒരു ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാം. വളരെ ലോ റേഞ്ച് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ്. വീഡിയോയിൽ ചിലപ്പോൾ ഇതും ചേഞ്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഈ ബ്ലൂ എപ്പോഴും ഗ്രീൻ ആയിട്ടും ഗ്രീൻ എപ്പോഴും ബ്ലൂ ആയിട്ടുമാണ്. അപ്പം നേരിട്ട് കാണുമ്പോൾ ഇതൊരു ബ്ലൂ ആണ്, ലൈറ്റ് ബ്ലൂ. അതായത് ഇതിലെ എല്ലാ കളേഴ്സും 4 കളേഴ്സും ഭയങ്കര ഡാർക്ക് കോമ്പിനേഷൻ ഉള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പേസ്റ്റലിൻ്റെ കളർഫുൾ, എന്നാൽ പേസ്റ്റൽ എന്ന് പറഞ്ഞ കളർഫുൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ബോട്ടിൽ ഗ്രീനോ പർപ്പിൾ അങ്ങനത്തെ ഒന്നുമല്ല. നമുക്ക് ചേരുന്ന നല്ല കളർ ഷെയ്ഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഫുൾ ഷിഫ്ലി വർക്ക്, ബാക്ക് പ്ലെയിൻ വിത്ത് സീക്വൻസിങ് വർക്ക് ആൻഡ് കോൺട്രാസ്റ്റ് യോക്ക് വർക്ക് കൊടുത്തേക്കുന്നു. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്. ദുപ്പട്ട വന്നിട്ട് ഗഡ്വാളിൽ ത്രെഡ് വർക്കും ചെറിയ സീക്വൻസിങ് ലൈൻസും ആണ് കൊടുത്തേക്കുക. 695 ആണ് പ്രൈസ്. സോ അപ്പോൾ ലാസ്റ്റ് വൺ നല്ല കളർഫുൾ ആയിട്ടുള്ള ലാവൻഡർ ആണ്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ഷിഫ്ലി വർക്ക് വന്നിരിക്കുന്നത്. ബേസ് ഏതാണോ കളർഫുൾ ലാവൻഡർ ആണ്. ലാവൻഡർ ബേസ് ആയിട്ടുള്ള സീക്വൻസിങ് ആണ് അത് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഇടയ്ക്കൂടെ എല്ലാം ഇങ്ങനെ ഹൈലൈറ്റഡ് ആക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. ഇതുണ്ട്, നല്ല വിത്തും ഉണ്ട്, നല്ല വിത്തുണ്ട്. നല്ല വണ്ണമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിത്തും ലെങ്തും കൊടുത്തിട്ടുണ്ട്. സെയിം സിൽക്ക് ബേസ്, അതായത് സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് കൊടുത്തേക്കുന്നത്. വളരെ ലോ റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇതാണ് ദുപ്പട്ട. മാച്ചിങ് ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുക. മാച്ചിങ് ബോട്ടമാണ്, സാൻഡോൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുക. അപ്പോൾ ഇത്രയും 4 കളർ ഷെയ്ഡ്സ് ആണ്. വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ ലോ റേഞ്ചിലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മാക്സിമം വെബ്സൈറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഷോപ്പിൽ ഡയറക്റ്റ് വരാൻ നിൽക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ വരും ഈ ലോ റേഞ്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പം ഇതൊക്കെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം വേണ്ടവർ ഫാസ്റ്റായിട്ട് വെബ്സൈറ്റ് വഴി തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക. താങ്ക്